സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവിറക്കി. 10% വർദ്ധിപ്പിച്ചത്. ഇതോടെ ആകെ ക്ഷാമബത്ത 35%. വർദ്ധിപ്പിച്ച 10% DA മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം മാത്രമേ ലഭിക്കൂ. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ക്ഷാമബത്ത 35% മാർച്ചിലെ ശമ്പളത്തോടൊപ്പം നൽകാനുള്ള തീരുമാനവും തെരഞ്ഞെടുപ്പ് കാല നടപടികളായി ഇതിനെ കരുതേണ്ടി വരില്ലേ? സ്മൃതി, നേരത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ് ക്ഷാമബത്ത അത് മുടങ്ങിക്കിടക്കുന്നത് വിതരണം ചെയ്യുമെന്നും ക്ഷാമബത്ത 10% വർദ്ധിപ്പിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. അതാണിപ്പോൾ ഉത്തരവായി പുറത്തിറങ്ങുന്നത്. സ്വാഭാവികമായി സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ കുറേ കാലമായി ക്ഷാമബത്തയുമായി ബന്ധപ്പെട്ട കുടിശ്ശികയ്ക്കെതിരെ സമരം നടത്തുകയാണ്, പ്രതിഷേധത്തിലാണ്. ശമ്പള പരിഷ്കരണവും അടക്കം വിവിധ വിഷയങ്ങൾ ഉയർത്തുന്നുണ്ട്. അങ്ങനെ പ്രതിഷേധത്തിലുള്ള സർക്കാർ ജീവനക്കാരെ അനുനയിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് ബജറ്റിൽ ക്ഷാമബത്ത വിതരണം ചെയ്യാൻ, കുടിശ്ശിക വിതരണം ചെയ്യാനുള്ള പണം ഉൾപ്പെടുത്തുകയും ഒപ്പം തന്നെ ക്ഷാമബത്ത വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത്. സ്മൃതി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.